കയ്യകലത്തിൽ പിളർപ്പ്. പാലാ മുതൽ ചെയർമാൻ പദവി വരെ വെല്ലുവിളി. കേരള കോൺഗ്രസ് എമ്മിനെ കാത്തിരിക്കുന്നത് അനിവാര്യമായ പതനങ്ങൾ. കെ.എം. മാണി എന്ന വടവൃക്ഷത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൽ ഉളവാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതാവില്ല എന്ന് ഏവർക്കും അറിയാം. എങ്കിലും അതിന്റെ ആഴവും വ്യാപ്തിയും ഇപ്പോൾ കണക്കുകൂട്ടുക അത്ര ലളിതമാവില്ല. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ എണ്ണം പറഞ്ഞ ഒരു നേതാവിന്റെ വേർപാട് വോട്ടർമാരിൽ ഉണ്ടാക്കിയേക്കാവുന്ന സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിലും കുറഞ്ഞപക്ഷം കോട്ടയം നിയോജക മണ്ഡലത്തിലെങ്കിലും പ്രതിഫലിക്കും. അത് അടിസ്ഥാനമാക്കിയുള്ള കാരണങ്ങളാൽ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയ ഇടതുമുന്നണിക്ക് അത്ര ആശ്വാസകരമാവില്ല. കേരള കോൺഗ്രസ് എം നേരിടാൻ പോകുന്ന വെല്ലുവിളികളുടെ തുടക്കം പാലാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയമാകും. പാലായിലെ ഉപതെരഞ്ഞെടുപ്പെന്ന് കേൾക്കുമ്പോഴേ നിഷ ജോസ് കെ മാണി എന്ന പേര് മനസ്സിൽ ഓടിയെത്തുന്നുവെങ്കിൽ അതിനാരെയും കുറ്റം പറഞ്ഞുകൂടാ. കരിങ്ങോഴക്കൽ കുടുംബത്തിലെ മരുമകൾ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പലകുറി ആവർത്തിച്ച് തന്നെ ആ പേര് പൊന്തി വരുന്നത് പിൻവാങ്ങൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണെന്ന തിരിച്ചറിവിലായിരിക്കണം. കെ.എം. മാണിയുടെ വിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ നിഷ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പ്രത്യക്ഷത്തിൽ എതിർപ്പുണ്ടായെങ്കിലും തിരഞ്ഞെടുപ്പ് വിജയം അത്ര അനായാസമാവില്ല എന്നത് പകൽ പോലെ വ്യക്തം. കെ.എം. മാണിയോടുള്ള ആദരവ് മാത്രം കൈമുതലാക്കി ജയിക്കാവുന്നത്ര ലളിതമല്ല പാലായിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്നതാണ് കരിങ്ങോഴക്കൽ കുടുംബത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിക്ക് മുന്നിലുണ്ടാവുന്ന പ്രധാന തടസ്സം. കെ.എം. മാണിയെ സ്ഥിരമായി ജയിപ്പിച്ചു പോരുന്ന പാല പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഒരു കേരള കോൺഗ്രസ് മണ്ഡലമല്ല എന്നത് വൈരുദ്ധ്യമായി തോന്നാമെങ്കിലും തിരഞ്ഞെടുപ്പ് ചരിത്രം പഠിക്കുന്നവർ അത് യാഥാർത്ഥ്യമെന്ന് കണ്ടെത്തും. തനിക്ക് മാത്രം സാധ്യമായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലൂടെ ഒരർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങിപ്പോന്ന കെ.എം. മാണിയുടെ അനുകരണത്തിന് അത്ര സാധ്യമല്ലാത്ത രാഷ്ട്രീയ അഭ്യാസമായിരിക്കെ അദ്ദേഹത്തിന്റെ കിരീടത്തിലെ പൊൻതൂവലായ പാലാ തന്നെയാവും അദ്ദേഹം ബാക്കിവെച്ച പാർട്ടിയുടെ മുന്നിലെ ആദ്യ വെല്ലുവിളി. കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ പക്ഷെ അടിയന്തരമായി ഉയർന്നു വരാവുന്ന വെല്ലുവിളി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമായിരിക്കും. ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുക്കാൻ ജോസ് കെ മാണിയും കൂട്ടരും ഒരു കാരണവശാലും തയ്യാറാവില്ലെന്ന് ഉറപ്പായതിനാൽ ഒരിക്കൽ മാറ്റിവെച്ച പിളർപ്പ് യാഥാർത്ഥ്യമാക്കുക മാത്രമാകും പി.ജെ. ജോസഫിന്റെ മുന്നിലെ വഴി. സഹപ്രവർത്തകന്റെ വിയോഗത്തോടുള്ള ആദരവിന് ജോസഫ് കൽപ്പിച്ചു നൽകുന്ന കാലദൈർഘ്യം മാത്രമാകും പിളർപ്പിലേക്കുള്ള ദൂരം. അല്പവും വൈകാതെ സ്ഥാനാരോഹണം നടത്തി ജോസ് കെ മാണി പ്രകോപിപ്പിച്ചാൽ അത്ര കൂടി ഉണ്ടാവില്ല കെ.എം. മാണിക്ക് ശേഷം കേരള കോൺഗ്രസിൽ ഉണ്ടാവുന്ന ആദ്യ പിളർപ്പിലേക്കുള്ള കാലപരിധി. കേരള കോൺഗ്രസിൽ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി വലിയൊരു തർക്കം ഉടലെടുക്കാനിരിക്കുകയാണ്. നിലവിൽ പി.ജെ. ജോസഫ് വർക്കിംഗ് ചെയർമാനാണ്, ജോസ് കെ മാണി വൈസ് ചെയർമാൻ. വൈസ് ചെയർമാനാണോ വർക്കിംഗ് ചെയർമാനാണോ വലുത് എന്നൊരു തർക്കം കേരള കോൺഗ്രസിലേക്ക് വരും. സാധാരണഗതിയിൽ ചെയർമാൻ ഒപ്പം ഉള്ള അധികാരമാണ് വർക്കിംഗ് ചെയർമാനുള്ളത്. പക്ഷേ പി.ജെ. ജോസഫിനോട് പാർട്ടിയിലെ ഭൂരിപക്ഷം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ ഒരു സംസ്ഥാന കമ്മിറ്റി കൂടുകയാണെങ്കിൽ വൈസ് ചെയർമാനായ ജോസ് കെ മാണിയെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഉയർത്താനാണ് സാധ്യത. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പിന് അത് വഴിമരുന്നിടും എന്നാണ് കരുതാവുന്നത്. ആരൊക്കെ എവിടൊക്കെ നിൽക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം മാത്രം ബാക്കി നിൽക്കും വിധം അനിവാര്യമായിരുന്നു ആ പിളർപ്പ്. പിളർന്നു ശേഷിക്കുന്ന കഷ്ണങ്ങളുടെ ശക്തി ശോണകമാകും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കെ.എം. മാണിയുടെ അസാന്നിധ്യം നൽകുന്ന ദൂരവ്യാപക പ്രത്യാഘാതം. കെ.എം. മാണിയുടെ കാര്യത്തിൽ കോട്ടയം ജില്ലയിൽ UDF അനുവദിച്ചു പോരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ചിലതെങ്കിലും നിഷേധിക്കപ്പെടാമെന്നതിൽ തുടങ്ങും ആ ശക്തിശയത്തിന്റെ പരിണിത ഫലങ്ങൾ. കെ.എം. മാണിയുടെ അഭാവം UDFന്റെ അടിത്തറയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതവും അത്ര നിസ്സാരമാവില്ല. കെ.എം. മാണി കെട്ടിപ്പോക്കിയ കേരള കോൺഗ്രസ് കോട്ടകൾ അതേപടി നിലനിർത്താൻ അടുത്ത തലമുറയ്ക്ക് കഴിയില്ലെന്നിരിക്കെ ആ തകർച്ചയുടെ ഗുണഭോക്താക്കൾ ആരെന്നത് UDFന് അത്ര പെട്ടെന്ന് ഉത്തരം കണ്ടെത്താവുന്ന പ്രശ്നമാവില്ല. മതസ്വത്വത്തിനുപരിയായി സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങളാൽ കേരള കോൺഗ്രസിൽ സംഘടിപ്പിച്ച ക്രൈസ്തവർ, പ്രത്യേകിച്ച് കത്തോലിക്കർ, കെ.എം. മാണി എന്ന വ്യക്തിപ്രഭാവത്തിന്റെ അഭാവത്തിൽ നേരിടുന്ന പ്രതിസന്ധി ഏതു വിധത്തിൽ പരിഹരിക്കപ്പെടുമെന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ നിർണായക പരിണാമങ്ങൾ ഉളവാക്കാൻ പോകുമെന്നും പ്രധാനമായ ചോദ്യം. വിവേകരഹിതമായി പ്രവർത്തിച്ചേക്കാവുന്ന സാമുദായിക സംഘടനകൾക്ക് വിട്ടുകൊടുക്കാതെയും ഒരു മതേതര സമൂഹത്തിന്റെ സ്വച്ഛതയ്ക്ക് പോറലേൽപ്പിക്കാതെയും ക്രൈസ്തവ സമൂഹത്തെ നിലനിർത്തിയാൽ കെ.എം. മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനുള്ള പങ്ക് തള്ളിക്കളയാവുന്നതല്ല. ആ വിടവിലേക്ക് പകരം വയ്ക്കുന്നത് വിവേകത്തിന്റെ സ്വരമാകുമോ എന്നതാവും മതേതര ജനാധിപത്യ കേരളത്തിന്റെ യഥാർത്ഥ ഉത്കണ്ഠ.